അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് 2ാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ലിസാനുൽ ഖുർആനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 1. നക്തുബുൽ ജവാബ ഫിൽ ലുഗത്തിൽ അറബിയ. താഴെ തന്നിട്ടുള്ളവയുടെ അറബി പേരുകൾ എഴുതാനാണ് പറയുന്നത്. മാ ഹാദിഹി, ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഒരു പൂവാണ് അല്ലേ? അപ്പോൾ എന്താണ് പറയേണ്ടത്? ആദിഹി സഹ്റത്തുൻ. 2. മാ ഹാദ, ഇതെന്താണ്? ഉത്തരം ഹാദ അനാനാസുൻ. കൈതച്ചക്കക്ക് അനാനാസുൻ. 3. മാ ഹാദ, ചിത്രത്തിൽ എന്താണ് കാണുന്നത്? തേങ്ങയാണല്ലേ? അപ്പോൾ നമുക്ക് ഹാദ നാറജീലുൻ എന്ന് എഴുതാം. 4. മാ ഹാദിഹി, ഇതെന്താണ്? ചിത്രത്തിൽ കാറാണ്. അപ്പോൾ നമുക്ക് ഹാദിഹി സയ്യാറത്തുൻ എന്നെഴുതണം. 2. നുവഫിക്കു, ഇവിടെ 1ാമത്തെ കള്ളിയിൽ തന്നിട്ടുള്ള വാക്കുകളുടെ അർത്ഥം നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 1. ബത്തോത്ത. ബത്തോത്ത എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്. 2. ലൈമൂൻ. ലൈമൂൻ എന്നാൽ എന്താ? ചെറുനാരങ്ങ. 3. ജുവാഫ. ജുവാഫ എന്ന് പറഞ്ഞാൽ പേരക്ക. 4. ദുവാമത്തുൻ. ദുവാമ എന്ന് പറഞ്ഞാൽ എന്താ? പമ്പരം. 5. മിന്തിയിൽ. മിന്തിയിൽ എന്ന് പറഞ്ഞാൽ ടവല്. 6. ബസലുൻ. ബസലുൻ എന്ന് പറഞ്ഞാൽ ഉള്ളി. 7. ടൊമാറ്റിം. ടൊമാറ്റിം എന്ന് പറഞ്ഞാൽ തക്കാളി. ഇങ്ങനെ ഓരോ വാക്കിൻ്റെയും നേരെ തെറ്റാതെ ഉത്തരം എഴുതണം. ഇനി 3. നൂസിലുമാ യുനാസിബു. ബ്രാക്കറ്റിൽ ദാലിക, ഹാദിഹി എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ള കള്ളിയിൽ നമ്മൾ തന്ന വാക്കുകൾ നോക്കിയിട്ട് അതിൻ്റെ മുന്നിൽ ഒന്നെങ്കിൽ ദാലിക എന്നോ അല്ലെങ്കിൽ ഹാദിഹി എന്നോ ശരിയായത് ഏതാണോ അത് ചേർക്കാനാണ് പറയുന്നത്. 1ാമത്തെ കള്ളിയിൽ എന്താണ്? ജിസറുൻ ഡാഷ് ജിസറുൻ. ഉത്തരം ദാലിക ജിസറുൻ. അത് ക്യാരറ്റ് ആകുന്നു. ജിസറുൻ എന്ന വാക്കിൻ്റെ ലാസ്റ്റ് ആത്ത ഇല്ലാത്തതുകൊണ്ട് ദാലിക എന്ന് ചേർക്കാം. ഡാഷ് ജമീലത്തുൻ. ജമീലത്തുൻ എന്നുള്ളത് ഭംഗിയുള്ളതാണ്. അപ്പോൾ എന്താണ്? തുൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആദ്യത്തിൽ ഹാദിഹി എന്ന് വെക്കണം. അതുപോലെ 3. ഫറാശത്തുൻ, പൂമ്പാറ്റ. അപ്പോൾ അവിടെയും എന്തുണ്ട്? താ ഉണ്ട്. അവസാനത്തിൽ താവ് വരുമ്പോൾ ആദ്യം നമ്മൾ ഹാദിഹി എന്നാണ് വെക്കേണ്ടത്. ഹാദിഹി ഫറാശത്തുൻ, ഇതൊരു പൂമ്പാറ്റയാണ്. ഇനി എന്താണ്? 4. മൽഫൂഫുൻ. അവിടെ എന്താണ്? ദാലിക മൽഫൂഫുൻ, അതൊരു കാബേജ് ആകുന്നു. ഇനി 2ാമത്തെ കള്ളിയിലുള്ളത് നോക്കാം. ഡാഷ് ബിത്തീഹുൻ. എന്താണ് ഉത്തരം? ദാലിക ബിത്തീഹുൻ, അതൊരു വത്തക്കയാകുന്നു. ഡാഷ് ബൈലത്തുൻ. എന്താണ്? ഹാദിഹി ബൈലത്തുൻ, ഇതൊരു മുട്ടയാകുന്നു. പിന്നെ ഡാഷ് കിസാഉൻ. ദാലിക കിസാഉൻ, അത് കക്കരിക്കയാകുന്നു. ഡാഷ് കറിയത്തുൻ. ഹാദിഹി കറിയത്തുൻ, ഇതൊരു ഗ്രാമമാകുന്നു. ഡാഷ് ഹിദത്തുൻ. ഹാദിഹി ഹിദത്തുൻ. ഹിദത്തുൻ എന്ന് പറഞ്ഞാൽ പരുന്ത്, ഇതൊരു പരുന്താകുന്നു. ഡാഷ് ബുർത്തുക്കാലുൻ. ദാലിക ബുർത്തുക്കാലുൻ, അതൊരു ഓറഞ്ചാണ്. ഡാഷ് തബിയൂക്കത്തുൻ. ഹാദിഹി തബിയൂക്കത്തുൻ, ഇതൊരു കപ്പയാകുന്നു. ഡാഷ് ഖറഉൻ. ദാലിക ഖറഉൻ, ഇതൊരു ചുരങ്ങയാകുന്നു. ഇവിടെ വാക്കുകളുടെ അവസാനത്തിൽ തുൻ എന്ന് വന്നിടത്തൊക്കെ നമ്മൾ ഹാദിഹി എന്ന് ചേർത്തു. അല്ലാത്തവയ്ക്ക് ദാലിക എന്നും ചേർത്തു.
4 നുഅരിബ് അറബിയിലേക്ക് എഴുതാനാണ്. 1 ഞാൻ ഒരു വിദ്യാർത്ഥിയാകുന്നു. ഉത്തരം അന തിൽമീദുൻ. 2 ഇത് എൻ്റെ ബാഗ് ആകുന്നു. ഉത്തരം ഹാദിഹി ഹഖീബത്തി. 3 ഇത് എൻ്റെ പേനയാകുന്നു. ഉത്തരം ഹാദാ ഖലമി. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.